So, naming a fossil. Naming has lot of significance in study of fossils. We know fossils are excavated under soil, or we get fossils from underground within the rocks which are preserved years back. Rarely we can get a whole plant as such. ഒരു plant തന്നെ അതുപോലെ കിട്ടുന്നത് വളരെ rare ആണ്. എന്താണ്? Often we get parts of plant under the soil from here and there. 1 kilometer difference അല്ലെങ്കിൽ 2 kilometer difference parts of the fossil ആണ് നമുക്ക് കിട്ടുന്നത്. So it's our duty. So once we get the part, we name them accordingly. Whether if it's a stem-like portion, we name accordingly. If it is a leaf-like portion, അങ്ങനെ ഒരു പേര് കൊടുക്കും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചേർത്താണ് ചെയ്യുന്നത്. അതായത് പല പേരുകളാണ് എന്താണ് ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്താണ് ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട്, ഒരു നെയിമിങ്ങിന്റെ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അപ്പോൾ ഞാനൊന്ന് പറയട്ടെ. We get fossil not as a whole. We get fossil not as a whole. എടുത്ത് അകത്ത് വെച്ചാൽ മതിയേ. So we often get fossil as parts. പല പാർട്ടുകളായിട്ട് കിട്ടുന്നു. അതിനെ നമ്മൾ ഒന്നിച്ച് ചേർത്ത് വയ്ക്കുന്നു. എന്ന് പറഞ്ഞാൽ you are getting a fossil from a region of ഓൾഡാമിയ. ഓൾഡാമിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു പേര് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ പ്ലാന്റിന്റെ കൂടെ ആ സ്ഥലം കൂടെ വരും. ഒരു എക്സാമ്പിൾ, ലൈജിനോടെറിസ് ഓൾഡാമിയ. ലൈജിനോടെറിസ് ഓൾഡാമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ലൈജിനോ എന്ന് പറഞ്ഞാൽ സ്റ്റെം ലൈക്ക് റീജിയൻ. ലൈജിനോടെറിസ് എന്ന് വെച്ചാൽ ടെറിസിന്റെ സ്റ്റെം പോലത്തെ ഉള്ള ഒരു ഭാഗം ഓൾഡാമിയ എന്നൊരു സ്ഥലത്ത് നിന്ന് കിട്ടി. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ സ്ഫീനോടെറിസ് പൊയിങ്കാസി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊയിങ്കാസി എന്ന സ്ഥലത്തു നിന്ന് കിട്ടിയ സ്ഫീനോടെറിസ് എന്ന് വെച്ചാൽ ടെറിസിന്റെ ഫേൺ ലൈക്ക് അല്ലെങ്കിൽ സ്റ്റെം ഓർ ഫ്രോണ്ട് ഇല പോലത്തെ എന്തോ ഭാഗം കിട്ടിയാൽ അതിന് പറയുന്ന പേരാണ് സ്ഫീനോടെറിസ്. എങ്ങനെയാണ് ഈ പേരുകൾ വരുന്നതിന് ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. Can you see the table what I am displaying? In this, if you are getting a stem, we will add a name dendron. So if we get a stem-like region under soil as a fossil, we will give a suffix dendron. So lepidodendron. Okay. So dendron means stem. lepidodendron. ലെപ്പിഡോ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനകത്ത് വരുന്ന വുഡ് ലൈക്ക് റീജിയൻ നമുക്ക് കിട്ടി ഡെൻഡ്രോൺ. ഇനി ലെപ്പിഡോഡെൻഡ്രോൺ ഓൾഡാമിയ എന്ന് പറഞ്ഞാൽ ഈ ലെപ്പിഡോഡെൻഡ്രോൺ നമുക്ക് കിട്ടിയത് ഓൾഡാമിയ എന്നുള്ള ഭാഗത്താണ്. അപ്പോൾ അടുത്ത് വുഡ് ലൈക്ക് പാർട്ട് മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടിയ സൈലോൺ എന്ന് ചേർക്കും. ലീഫ് ലൈക്ക് റീജിയൻ ഇഫ് യു ഗെറ്റ് ആസ് എ ഫോസിൽ വി ഗീവ് എ സഫിക്സ് ഫില്ലം. If we get a frond like or leaf stem or fern in the part കിട്ടിയാൽ we give a suffix teris. And if we get seed, we will give the term spermum. If we get a seed like region, we will get carpon. Not seed but something like seed, we give the name carpon. So these are all suffix. ഇതെല്ലാം എന്താണ്? സപ്പോസ് നമുക്ക് ഒരു പ്ലാന്റ് നമ്മൾ പറയണമെങ്കിൽ if you want to, you see the example on your text, all the fossil plants are, many of the fossil, all alla but many of the fossil plants are reconstruct ചെയ്തെടുത്താണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടിയ കലിമോത്തീക്ക ഹൊയ്ൻഹാവു എന്നൊരു പ്ലാന്റ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? കലിമോത്തീക്ക ഹൊയ്ൻഹാവു എന്നൊരു പ്ലാന്റ് റീകൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ പാർട്സ് നമ്മൾ പറഞ്ഞാൽ കാലോസൈലോൺ ഹൂക്കേറി എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് പോലത്തെ സാധനം ഹൂക്കേറിയിൽ നിന്ന് കിട്ടി. ഇനി സ്റ്റെമ്മോ ലൈജിനോടെറിസ് ഓൾഡാമിയയിൽ നിന്ന് അതിന്റെ സ്റ്റെമ്മ് പോലത്തെ ഒരു ഭാഗം കിട്ടി, അതിനെ ചേർത്ത് വെച്ചു. ലീഫ് സ്ഫീനോടെറിസ് ഹൊനങ്കസി
എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ് ലീഫ്. അത് ഫനങ്കസിൽ നിന്നാണ് കിട്ടിയത്. Then regarding rachis, it has been obtained from Rhacopteris aspera. Aspera എന്നുള്ള ഭാഗത്തു നിന്നാണ് Rhacopteris കിട്ടിയത്. Then stroma like region we got from Comaxi. ലൈജിനോറ്റെറിക്സിന്റെ സ്ട്രോമ, ലാഗനോസ്ട്രോമ എന്ന് പറയുന്ന ഭാഗം കിട്ടിയത് കൊമാക്സി. ഇതെല്ലാം ചേർത്ത് ദേ റീകൺസ്ട്രക്റ്റഡ് ദ പ്ലാന്റ് റൂട്ട്, സ്റ്റെം, ലീഫ്, സീഡ്, എവറിത്തിങ്. ബട്ട് വി കനോട്ട് ടെൽ ലൈക്ക് എ പ്ലാൻ. അതിനെ നമുക്ക് പറയാൻ പറ്റില്ല, മാൽവേസ് എന്നങ്ങ് പറയാൻ പറ്റില്ല. പിന്നെ എന്താണ്, ഓരോ പാർട്ടിനും ഓരോ സയന്റിഫിക് നെയിം ഉണ്ട്. I hope you got it. That is the difficulty in fossil. Whenever we are telling about a fossil plant, if that plant has not been obtained as such, അതുപോലെ ഒരു പ്ലാന്റ് ഫുൾ സൈസ് ആയിട്ട് നമുക്ക് എക്സ്കവേറ്റ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഓരോ പാർട്ടിനും ഓരോ പേര് കാണും. ആ പേരെന്ന് പറയുന്നത് that is with a suffix telling what is that part and from the region from it has been excavated and to which plant it shows similarity. ഏത് പ്ലാന്റുമായിട്ട് സിമിലാരിറ്റി വരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പാർട്ട് വരുന്നത്. So this is how we are naming the fossil. So what is the benefit of this reconstructed plants? ഇങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സ് കൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ് എന്താണ്? ഒന്ന്, as we already mentioned before, these are the major objectives of the fossils also. ഒന്ന്, we can learn the evolution of plant group. രണ്ട്, we can learn the form and function in fossil plants, and we can learn the biostratigraphy and correlation. We can learn the fossil climatology and the fossil climate. ഇതെല്ലാം അതിൻ്റെ പല ആസ്പെക്റ്റാണ്. അത് മാത്രമല്ല, ഏറ്റവും അവസാനമായിട്ട് ഇങ്ങനെ ഫോസിലൈസ്ഡ് ആയിട്ടുള്ള പ്ലാന്റിൽ നിന്നും പ്ലാന്റ് പാർട്സിൽ നിന്നാണ് വി ആർ ഗെറ്റിംഗ് പെട്രോളിയം പ്രോഡക്ട്സ്. പാലിയോസോയിക് അറയിലൊക്കെ മണ്ണിൻ്റെ അടിയിൽ അകപ്പെട്ടു പോയ പ്ലാന്റ്സും പ്ലാന്റ് പാർട്ടും ആനിമൽ പ്ലാന്റ്സും ഒക്കെ രൂപാന്തരം എന്താണ്, മെറ്റമോർഫൈസ് ചെയ്തിട്ടാണ് നമുക്ക് പെട്രോളിയം പ്രോഡക്റ്റ് കിട്ടുന്നത്. സോ ദീസ് ആർ ഓൾ ദെയർ അണ്ടർ ദ സോയിൽ. ഈ ഫോസിലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് എന്താണ് പലപ്പോഴും പെട്രോളിയം പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. നോ, സോ രണ്ടാമത്തത്, ഹൗ ദിസ് ഫോസിൽസ് ആർ ഫോം. എങ്ങനെയാണ് ഈ ഫോസിൽ ഫോം ചെയ്യുന്നത്? ദീസ് ഫോസിൽസ് ആർ ഓഫൺ ഫോംഡ് അണ്ടർ സോയിൽ, മണ്ണിൻ്റെ അടിയിൽപ്പെട്ട് because of some spontaneous process or because of some environmental calamity. Suddenly the biological specimens which are deposited under soil, maybe due to volcanic eruption or something like that, which is embedded and preserved under the soil, become fossil after millions of years. And this is a slow gradual process by which a living tissue is converted to a fossil. And the process is called fossilization. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് fossilization. And the rock in which we can see fossil are called fossiliferous rocks. Often all rocks doesn't have fossil, but the rocks in which we can see fossils are called fossiliferous rocks. And these fossiliferous rocks are the fossil records. അതിനകത്താണ് ഫോസിൽ എടുക്കുന്നതും അത് ഫോസിലിൻ്റെ ഒരു റെക്കോർഡുമാണ്. ഇതെല്ലാം മിക്കവാറും സെഡിമെൻ്ററി റോക്കുകളാണ് പലതും ഫോസിൽ. വാട്ട് ഈസ് സെഡിമെൻ്ററി ലോക്ക്? സെഡിമെൻ്റ് ചെയ്ത് ഉണ്ടാകുന്ന ലോക്കാണ് സെഡിമെൻ്ററി റോക്സ്. അങ്ങനെ സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന റോക്കിനകത്താണ് പലപ്പോഴും ഫോസിൽ കിട്ടുന്നത്. So from this fossilization, from this fossil rocks, we can get a lot of prehistoric organism, or we can get information regarding existence of prehistoric organism. ഹിസ്റ്ററിക്ക് മുമ്പേ ഉണ്ടായിരുന്ന, കാലത്തിന് മുമ്പ് നമുക്കുണ്ടായ, ചരിത്രത്തിന് അതീതമായി ജീവിച്ചിരുന്ന പല ഓർഗാനിസത്തിൻ്റെയും പാർട്സ് നമുക്ക് കിട്ടുന്നത് ഈ ഫോസിലൈസേഷൻ, ഫോസിൽ പാർട്സിൽ നിന്നൊക്കെയാണ്. Now, the scientific basis of fossilization are two. One is called replacement theory and infiltration theory. നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ തേങ്ങ അല്ലെങ്കിൽ ഒരു ചക്ക മണ്ണിൻ്റെ അടിയിൽ പെട്ടുപോയി. ആ ചക്ക നമുക്ക് പിന്നെ കിട്ടുന്നത് ഒരു റോക്കി മെറ്റീരിയൽ ആയിട്ടാണ് കിട്ടുന്നത്. അല്ലാതെ പിന്നെ അത് കിട്ടുമ്പോൾ നമുക്ക് എന്താണ്, വെള്ളത്തിൻ്റെ അടിയിൽ അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ പ്രിസർവ് ചെയ്തിരിക്കുന്ന ഒരു ചക്കയായിട്ടല്ല കിട്ടുന്നത്. അത് ട്രാൻസ്ഫോം ചെയ്ത് ഇറ്റ് വിൽ ബി ഹാവിങ് എ റോക്ക് ലൈക്ക് മോർഫോളജി, ഓൾമോസ്റ്റ് എ റോക്കി മോർഫോളജി കിട്ടും. And this rocky morphology is obtained because of
ചേഞ്ചസ് ഓർ ലോട്ട് ഓഫ് ചേഞ്ചസ്, കെമിക്കൽ ചേഞ്ചസ് ആർ ഹാപ്പനിങ് ടു ദിസ് മെറ്റീരിയൽ. ആ തിയറി അല്ല, അതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് യൂസിങ് ടു തിയറീസ്. വൺ ഈസ് കോൾഡ് റീപ്ലേസ്മെന്റ് തിയറി ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൾഡ് ഇൻഫിൽട്രേഷൻ തിയറി. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് റീപ്ലേസ്മെന്റ് തിയറി. ജസ്റ്റ് തിങ്ക് അബൌട്ട് എ മെറ്റീരിയൽ ബീങ് അണ്ടർ ദ സോയിൽ ഇമ്മീഡിയറ്റ്ലി. ഒരു പ്ലാന്റ് പെട്ടെന്ന് മണ്ണിൻ്റെ അടിയിലോട്ട് പോയി. അപ്പോൾ അവിടെ എന്ത് ചെയ്യും വെച്ചാൽ മണ്ണിൻ്റെ അടിയിൽ ചെന്ന് കഴിയുമ്പോൾ പുറത്തെല്ലാം മണ്ണും ഉണ്ടങ്ങ് മൂടി. അപ്പോൾ ഹൈഡ്രോളിസിസ് വഴിയോ, അതിനകത്ത് വെള്ളമുണ്ട്, അപ്പോൾ അതുകൊണ്ട് വെള്ളം കൊണ്ട് ഹൈഡ്രോളിസിസ് വഴിയോ പ്ലാന്റ് ബോഡിക്കായിട്ടുള്ള അകത്തുള്ള ഓർഗാനിക് സബ്സ്റ്റൻസിൻ്റെ വെതറിങ് വഴിയോ ക്രമേണ ഡീഗ്രേഡ് ചെയ്യുന്നത് കൊണ്ടോ ഈ പ്ലാന്റ്സിനകത്തുനിന്ന് ചില മെറ്റീരിയൽസ് പുറത്തോട്ട് പോവുകയും എൻവയോൺമെന്റിൽ നിന്നുള്ള ചില സിലിക്ക പോലത്തുള്ള ചില മെറ്റീരിയൽ അകത്തോട്ട് കയറുകയും ചെയ്യും. സോ വൺസ് ബയോളജിക്കൽ മെറ്റീരിയൽ ഈസ് അണ്ടർ സോയിൽ due to hydrolysis or due to weathering process of organic substance in the plant body, the minerals will be replaced from environment to the plant. This is called the replacement theory. Second one is called the infiltration theory. What is infiltration theory? So what happens here is, according to infiltration theory, a plant, when it is buried under the soil, it will undergo partial disintegration. അങ്ങനെ ഒരു പാർഷ്യൽ ഡിസൻറ്റഗ്രേഷൻ ഓർ പാർഷ്യൽ ലീച്ചിങ് നടന്നു കഴിയുമ്പോൾ സെൽ വാൾ ബിക്കം പോറസ്. ത്രൂ ദ സെൽ വാൾ അങ്ങനെ ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഫ്രീ കാർബൺ, വെൻ ദ സെൽ വാൾ ഡിസൻറ്റഗ്രേറ്റഡ്, ഫ്രീ കാർബൺ വിൽ ബി റിലീസ്ഡ്. ആ ഫ്രീ കാർബൺ പ്ലാന്റിനകത്തോട്ട് കയറി വരുന്ന, എൻവയോൺമെന്റിൽ നിന്ന് കയറി വരുന്ന കാൽസ്യം, മഗ്നീഷ്യം ഇതുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് അങ്ങനെയാണ് ഒരു റോക്കി ലൈക്ക് സ്ട്രക്ചർ ഈ ഫോസിലിന് കിട്ടുന്നത്. ഒന്നുകൂടെ, പ്ലാന്റ്സിനകത്ത് ഇപ്പം ബറീഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ്സിനകത്ത് ഫോസിൽസ് ഉണ്ടാവും. ഓൾ ദീസ് ഫോസിൽസ്, ബറീഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ടാവും, കാർബൺ ഉണ്ടാവും. ഗ്രാജുവലി അത് പാർഷ്യലി ഡിസൻറ്റഗ്രേറ്റ് ചെയ്യും. ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഫ്രീ കാർബൺ ഉണ്ടാവും. ആ ഫ്രീ കാർബൺ അങ്ങനെ നിൽക്കും. അന്നേരം ചുറ്റുപാടുമുള്ള മണ്ണിൽ നിന്ന് കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ അകത്തോട്ട് വരും, മഗ്നീഷ്യം ഒക്കെ വരും. ഈ കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ ചേർന്ന് മഗ്നീഷ്യം കാർബണേറ്റോ കാൽസ്യം കാർബണേറ്റോ ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ഫോസിലിന് ഒരു രൂപാന്തരണം വരുന്നത്. അങ്ങനെയാണ് ബയോളജിക്കൽ മെറ്റീരിയൽ ബയോളജിക്കൽ ഫോമിൽ നിന്ന് മാറി ഒരു സോളിഡ് മെറ്റീരിയൽ ആയിട്ട് മാറുന്നത്. ദിസ് തിയറി ഈസ് കോൾഡ് ഇൻഫിൽട്രേഷൻ തിയറി. ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് വിൽ ബി അഫക്റ്റിംഗ് ഫോസിലൈസേഷൻ. ഒന്ന്, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ പ്ലാന്റ്, വെദർ ഇറ്റ് ഈസ് എ മാർഷി ഓർ തിൻ ഓർ ഡെലിക്കേറ്റ് ഓർ സെറോഫൈറ്റ്, ആൻഡ് how much it prevent decay by organism. എത്രമാത്രം അതിന് ഓർഗാനിസംസിനെ ഉപയോഗിച്ച് ഡീക്കേ ചെയ്യാൻ, മറ്റ് മൈക്രോ ഓർഗാനിസംസിന് ഡീക്കേ ചെയ്യാൻ പറ്റുന്നില്ല. മൂന്നാമത്, ഈ ബെറിയൽ കഴിഞ്ഞ്, അതായത് മണ്ണിൻ്റെ അടിയിൽ പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുപാടിനൊക്കെ ഏത് ടൈപ്പ് മാറ്റമാണ് വരുന്നത്. പിന്നെ എന്തുമാത്രം മിനറലൈസേഷൻ നടന്നു, ഈ പറഞ്ഞതുപോലെ എത്രമാത്രം മിനറലൈസേഷനാണ് അവിടെ നടന്നത്. ഈ 4 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഫോസിൽസ് പല ടൈപ്പിൽ ഉണ്ടാവും. സോ നമ്മൾ ഇത്രേ പറഞ്ഞുള്ളൂ. ഹൗ ഫോസിൽസ് ആർ നെയിംഡ്. 2, വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ് ഓഫ് പാലിയോബൊട്ടാനിക്കൽ സ്റ്റഡീസ്. 3, വാട്ട് ഈസ് ഫോസിലൈസേഷൻ. ആൻഡ് അടുത്ത് പറഞ്ഞത് വാട്ട് ആർ ദ തിയറീസ് ഓഫ് ഫോസിലൈസേഷൻ.